അങ്കിലിമാസവ പള്ളിപ്പണികൾക്കിടയിലാണ് ഞാൻ സെലിസി എന്ന് വിളിക്കുന്ന സെലിസിനോയെ ആദ്യമായി ശ്രദ്ധിക്കുന്നത്. ഒരു തല്ലികൊള്ളി പയ്യൻ എന്നെ തോന്നിയുള്ളൂ. പള്ളിയിൽ പ്രാർത്ഥനയ്ക്ക് കണ്ടതായി ഓർക്കുന്നുമില്ല. പിന്നീട് മെറ്റൽ ശേഖരിക്കാൻ പോയപ്പോൾ അവൻ സഹായത്തിന് വന്നു. യാത്രയിൽ അവൻ പറഞ്ഞു, താൻ ഒരു കത്തോലിക്കനായിരുന്നില്ല, എന്നാൽ ഇപ്പോൾ മാമോദിസ സ്വീകരിക്കുവാൻ കാറ്റഗിസം പഠിക്കുന്നുണ്ട്. ഈസ്റ്ററിന് നടത്തേണ്ട മാമോദിസയ്ക്ക് ഒരുക്കമായുള്ള പ്രാരംഭ കർമ്മങ്ങൾക്ക് നോമ്പിൽ അവനും വന്നു. സെലേസിയെ പോലെ ഈ വർഷത്തെ ഈസ്റ്റർ നാളുകളിൽ മാമോദിസ സ്വീകരിക്കേണ്ട 52 മുതിർന്നവർ അവനോടൊപ്പം ഒരുക്ക ധ്യാനത്തിനെത്തി. അടുത്ത വർഷത്തേക്കുള്ള 83 പേരും ഇപ്പോൾ പ്രാരംഭ കർമ്മങ്ങൾ നടത്തുന്നുണ്ട്. അവർ ഇനിയും ഒരു വർഷം കൂടി കാത്തിരിക്കണം മാമോദിസ സ്വീകരിക്കുവാൻ. തലതല ഇടവകയിലെ 15 പള്ളിയിൽ നിന്നുള്ളവർ ഇതിലുണ്ട്. കുഞ്ഞുങ്ങളുടെ മാമോദിസ ഏതു സമയത്തും നടത്താമെങ്കിലും മുതിർന്നവരുടെ മാമോദിസ അങ്ങനെയല്ല. ഈസ്റ്റർ രാത്രിയിലോ അല്ലെങ്കിൽ ഇവിടുത്തെ സാഹചര്യത്തിൽ തുടർന്നുള്ള ദിവസങ്ങളിലോ നടത്തപ്പെടുന്ന ഈ മാമോദിസകൾ നീണ്ട ഒരുക്കത്തിന് ശേഷമാണ് നടത്തപ്പെടുക. ഇവരുടെ മാമോദിസയ്ക്ക് മുൻപ് തിരുകർമ്മങ്ങളുടെ 3 സ്റ്റെപ്പുകളുണ്ട്. ആദ്യത്തെ സ്റ്റെപ്പ് പള്ളിയുടെ മുൻവാതിലിന് പുറത്തു വെച്ചാണ്. പ്രധാനമായും നെറ്റിയിൽ കുരിശു വരച്ചാണ് അവരെ ദേവാലയത്തിനകത്തേക്ക് സ്വീകരിക്കുക. മാസങ്ങൾക്ക് ശേഷം നടക്കുന്ന രണ്ടാമത്തെ കർമ്മങ്ങൾ നെഞ്ചിൽ തൈലം പൂശി ഔദ്യോഗികമായി സുവിശേഷം ശ്രവിക്കുവാൻ അവരെ യോഗ്യരാക്കുന്നു. മൂന്നാമത്തെ പടിയാണ് ജലം കൊണ്ടുള്ള മാമോദിസ. അതിനൊരുക്കമായി വിശ്വാസ പ്രമാണം ഏറ്റുപറയേണ്ടതുണ്ട്. നോമ്പിന് മുൻപ് 3 ഗ്രാമപള്ളികളിൽ വെച്ച് നടന്ന കുട്ടികളുടെ മാമോദിസയ്ക്ക് 44 പേർ ഉണ്ടായിരുന്നു. കുഞ്ഞുങ്ങളുടെ മാമോദിസ നാം കണ്ടുപരിചയിച്ച രീതിയിൽ തന്നെയാണ്. ആൺകുഞ്ഞുങ്ങളെ തലതൊടപ്പന്മാരും പെൺകുഞ്ഞുങ്ങൾക്ക് അത് സ്ത്രീകളുമായിരിക്കുമെന്ന് മാത്രം. ദൈവത്തെ അറിയാനും കാണാനും ആഗ്രഹമില്ലാത്തവർ എത്ര പേരുണ്ട്? നിരീശ്വരവാദികൾക്ക് പോലും ഈശ്വരനെ ഒന്ന് കണ്ടെത്തിയെങ്കിൽ എന്ന ആഗ്രഹം കണ്ടേക്കും. ദൈവത്തെ കണ്ടെത്താനുള്ള ആഗ്രഹം കുഞ്ഞുങ്ങളെക്കാൾ കൂടുതൽ കാരണവന്മാർക്കാണ്. അതുകൊണ്ടാണ് ക്രിസ്ത്യാനികളല്ലാത്ത മാതാപിതാക്കൾ പോലും സന്തോഷപൂർവ്വം തങ്ങളുടെ കുഞ്ഞുങ്ങളെ മാമോദിസയ്ക്കായി ഇവിടെ ദേവാലയത്തിൽ കൊണ്ടുവരുന്നത്. സെലേസിയെ പോലുള്ളവർ ധാരാളമുണ്ട്. അന്ധകാരത്തിലും അറിവില്ലായ്മയിലും പെട്ട് ജീവിതം വഴിമുട്ടി നിൽക്കുന്നവരിൽ ആത്മീയവും മാനസികവുമായ പ്രകാശത്തിന്റെ കിരണങ്ങൾ പതിക്കുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കും. കള്ളന്മാരും കൊള്ളക്കാരും ആകാനായി ഇരുന്നവർ മറ്റുള്ളവരുടെ നന്മയ്ക്കായി ആഗ്രഹിച്ചു തുടങ്ങുമ്പോൾ അത്ഭുതമെന്നല്ലാതെ എന്താണ് പറയുക? അതിന് വിശുദ്ധ ചാവറച്ചൻ നിഷ്കർഷിച്ചതുപോലെ പള്ളിയും പള്ളിക്കൂടങ്ങളും വേണം. യഥാർത്ഥ വെളിച്ചത്തിനായി ഈ നോമ്പിൽ നമുക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. മഡഗാസ്കറിൽ നിന്നും ഫാദർ ജോൺസൺ തളിയത്ത്.